Good morning, all of you. Welcome back to the classes of Quantity Survey 2. ഇപ്പോൾ ക്വാണ്ടിറ്റി സർവേ 2 എന്നുള്ള ഈ സെമസ്റ്ററിലെ സബ്ജക്റ്റിൻ്റെ ആ പുസ്തകത്തിൻ്റെ യഥാർത്ഥ പേര് ശരിക്കും ക്വാണ്ടിറ്റി സർവേ ആൻഡ് വാല്യുവേഷൻ എന്നാണ്. അപ്പോൾ അതിലെ ക്വാണ്ടിറ്റി സർവേ എന്നുള്ള പാർട്ട് നമ്മൾ ആദ്യത്തെ 3 മൊഡ്യൂളുകളിലായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ട്രക്ചറുകളുടെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കാണുക, അവളുടെ ഏരിയ, വോളിയം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓരോ ഐറ്റത്തിനെയും എങ്ങനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാം, എങ്ങനെ അളന്നെടുക്കാം, അങ്ങനെ അതിനെ ഒരു നമ്പറിലോട്ട് ഒതുക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ 4ാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത് വാല്യുവേഷൻ എന്നുള്ള ഒരു ഭാഗമാണ്. വാല്യുവേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ PWD ആയാലും റവന്യൂ ആയാലും ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തിന് വരുമാനം നൽകുന്ന ഒരു വിഭാഗം കൂടെയാണ് ഈ ടാക്സ്, വസ്തുക്കളുടെ ടാക്സ്, രജിസ്ട്രേഷൻ ചാർജുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആധാരം വഴികൾ, പിന്നെ അതിൻ്റെ ടാക്സുകൾ, രജിസ്ട്രേഷൻ ചാർജുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചാർജുകൾ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആകെയുള്ള വരുമാനത്തിൻ്റെ ഒരു വലിയൊരു ഷെയർ കൊടുക്കുന്നത് ഒരു സംഭവം കൂടെയാണ് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ടാക്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊക്കെ വസ്തുക്കളുടെ മൂല്യങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു 10 സെൻറ്റ് പറമ്പുണ്ടെങ്കിൽ ആ 10 സെൻറ്റ് പറമ്പിന് എപ്പോഴും ഒരു മൂല്യമാണോ? അല്ല. അപ്പോൾ വാല്യുവേഷൻ എന്നുള്ള ഭാഗം നമ്മൾ നമ്മുടെ 4th മൊഡ്യൂള് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ വസ്തുക്കളുടെ മൂല്യം എങ്ങനെ കണക്കാക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനത്തിനായാണ്. സോ മൊഡ്യൂൾ 4ലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 3യുടെ പകുതിയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 3യിലെ സ്പെസിഫിക്കേഷൻ എന്നുള്ള ഭാഗം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം എടുത്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 4ലോട്ട് നമുക്ക് പോവാം. വാല്യുവേഷൻ ആൻഡ് റെന്റ് ഫിക്സേഷൻ എന്നാണ് മൊഡ്യൂൾ 4ൻ്റെ പേര്. വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളുടെ മൂല്യനിർണ്ണയവും, റെന്റ് ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിക്ക് വാടക നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ ക്വാണ്ടിറ്റി സർവേ സെക്കൻഡിലെ 4ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത്. സോ അതിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രൊഡക്ടറി ആയതുകൊണ്ട് തന്നെ വലിയ ലെങ്ത് ഒന്നുമില്ല, ചെറിയ വീഡിയോ ആയിട്ട് ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇനി ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കുറഞ്ഞ നമ്പർ ഓഫ് വീഡിയോസിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുത്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ്. ഇന്നത്തെ ലെക്ചറിൽ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ വാല്യുവേഷനും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കോച്ച് ടെർമിനോളജിയും ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ മൂല്യനിർണ്ണയം, ഓരോ വസ്തുക്കൾക്കും മൂല്യങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട്. എൻ്റെ കയ്യിലുള്ളൊരു പേന, അത് ചിലപ്പോൾ പാർക്കറിൻ്റെ പേനയാവാം, റൈനോൾസിൻ്റെ പേനയാവാം, നമ്മുടെ വളരെ പിന്നെ വില കുറഞ്ഞ് കണ്ടിരുന്ന 2 രൂപയുടെ സ്റ്റിക്കീസി പോലത്തെ പേനയാവാം അല്ലേ. എല്ലാത്തിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ്, എല്ലാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാത്തിൻ്റെയും മൂല്യം ഒന്നാണോ? അല്ല, വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ അതിന് വരാൻ ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ ആ മൂല്യത്തെ നിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? വാല്യുവേഷൻ എന്ന് പറയാം. ഏതൊരു വസ്തുവിൻ്റെയും പ്രോപ്പർട്ടിയുടെയും മൂല്യനിർണ്ണയത്തിന് നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വാല്യുവേഷൻ. സോ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് or determining the fair price or value of a property such as building, factory, land, etc. ഇപ്പോൾ ബിൽഡിങ്, ഫാക്ടറി, ലാൻഡ്, പ്രോപ്പർട്ടികൾ, ഇങ്ങനെ ഏതൊരു വസ്തുവായാലും ആ വസ്തുവിന് ഒരു ഫെയർ പ്രൈസ്, മാന്യമായിട്ടുള്ള ഒരു വില നിശ്ചയിക്കുന്നതിന് പറയുന്ന പേരാണ് വാല്യുവേഷൻ. അപ്പോൾ അവിടെ നമ്മൾ വില നിർണ്ണയിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയുടേതാണ്. ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിൽഡിംഗ് ആവാം, അതൊരു എന്താ പറയുക ലാൻഡ് ആവാം, അത് ചിലപ്പം വല്ല മെഷീനറി ആവാം, അങ്ങനെ എന്തും ആവാം. അപ്പം എന്ത് വസ്തുവാണെങ്കിലും അതിനൊരു മൂല്യം നിർണ്ണയിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് വാല്യുവേഷൻ. നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം. കോസ്റ്റ്, പ്രൈസ്, വാല്യൂ. നമ്മുടെ ജീവിതത്തിൽ
സ്ഥിരമായി കേട്ടുവരുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 3 വാക്കുകളാണ് കോസ്റ്റ്, പ്രൈസ്, വാല്യൂ. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? കോസ്റ്റ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന ചെലവ്, അല്ലേ? അപ്പൊ കോസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ചിലവ് എന്നാണ്. ആക്ച്വൽ എമൗണ്ട് ഇൻകേർഡ്, അല്ലേ? ശരിക്കും നമുക്ക് എത്ര രൂപ ചെലവായി എന്നുള്ളതിനെയാണ് കോസ്റ്റ് എന്ന് പറയാം. പ്രൈസ്, പ്രൈസ് എന്ന് പറഞ്ഞാൽ വിലയാണ്. വാല്യൂ, വാല്യൂ എന്ന വാക്ക് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. ഒരർത്ഥം ഇല്ലാതെയാണ് നമ്മൾ പലപ്പോഴും ഈ വാല്യൂ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അർത്ഥമില്ലാതെ എന്ന് ഉദ്ദേശിച്ചത് അർത്ഥം അറിയാതെയാണ് വാല്യൂ എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറ്. അപ്പോൾ കോസ്റ്റ്, കോസ്റ്റിനെ നമുക്ക് ഒരു പേനയുടെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഒരു പേന ഉണ്ടാക്കാൻ, നിർമ്മിക്കാൻ ഒരു കമ്പനിക്ക് വരുന്ന ചെലവ് 2 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 2 രൂപ ചെലവിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് വാങ്ങി, പിന്നെ മെറ്റൽ കൊണ്ടുള്ള നിബ് നിർമ്മിച്ച്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള അതിൻ്റെ റിഫില്ലർ ട്യൂബ് നിർമ്മിച്ചിട്ടൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ കമ്പനി ഒരു പാന നിർമ്മിക്കുന്നത്. ആ പാന നിർമ്മിക്കാൻ അവർക്ക് 2 രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ദാറ്റ് പെൻ ഈസ് 2 rupees. ഓക്കെ, അങ്ങനെ 2 രൂപ ചെലവാക്കി ഒരു കമ്പനി ഒരു പാന നിർമ്മിക്കുന്നു. ആ പാനയ്ക്ക് നല്ല മികച്ച പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിലെ ഇങ്ക് സൂപ്പർബാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു പേനയാണ് അതെങ്കിൽ മാർക്കറ്റിൽ അതിനൊരു 5 രൂപയോ 6 രൂപയോ നമുക്ക് വിലയിടാൻ പറ്റും. കാരണം ആ പെർട്ടിക്കുലർ മോഡൽ ഓഫ് പെന്നിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ പേന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പേനയ്ക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡിനനുസരിച്ചിട്ട് അതിന് നല്ല വില ഈടാക്കാൻ സാധിക്കും. അപ്പൊ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വന്നിട്ടുള്ള ചെലവാണ്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു എത്ര രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കാം എന്നുള്ളതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ശരിക്കും ചെലവായത്, പ്രൈസ് എന്നുള്ളത് ആ വസ്തുവിനെ എത്ര രൂപക്ക് വിൽക്കാം എന്നുള്ളതാണ് പ്രൈസ്. അപ്പൊ 2 രൂപക്ക് നിർമ്മിച്ച പെണ്ണ് 5 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ 2 എന്നുള്ളതാണ് കോസ്റ്റ്, 5 എന്നുള്ളതാണ് പ്രൈസ്. ഓക്കെ, ആൻഡ് വാല്യൂ. വാട്ട് ഈസ് വാല്യൂ? വാല്യൂ എന്നുള്ള വാക്കിന് ശരിക്കും ഒരു മീനിങ് നമുക്ക് പറയാൻ പറ്റൂല. മൂല്യം എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ മൂല്യം എന്നുള്ള വാക്കിന് പല തലത്തിൽ നമുക്ക് അർത്ഥം പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഞാനൊരു 5 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു. ആ ബിൽഡിംഗ് കൃത്യം ഒരു വലിയ അങ്ങാടിയുടെ ഒരു നല്ല പോർഷനിലാണെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്ന, ഒരുപാട് ആളുകൾ കച്ചവട ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റ് സർവീസ് ആവശ്യത്തിനോ വരുന്ന ഒരു ക്രൗഡായിട്ടുള്ള അങ്ങാടിയുടെ നടുവിലാണ്, അല്ലെങ്കിൽ ഏറ്റവും ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്താണ് ഞാൻ ആ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ആ ബിൽഡിംഗ് വേണമെങ്കിൽ 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും വാങ്ങാൻ ആളുകൾ വരും, അല്ലേ? അതേപോലെ ഞാൻ ഒരു റിമോട്ട് ഏരിയയിൽ 5 ലക്ഷം രൂപ ചെലവിട്ട് അതേപോലത്തെ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചു. പക്ഷേ അവിടെ ആളുകൾ വരുന്നില്ല, ആളുകൾ ആ ഭാഗത്ത് ഉപയോഗിക്കാൻ വരുന്നില്ല, അങ്ങനെ ഡിമാൻഡ് ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ആ 5 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ച ബിൽഡിംഗ് എനിക്ക് യാതൊരു ലാഭവും ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ 4 ലക്ഷം രൂപക്ക് വിറ്റൊഴിവാക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പോൾ അവിടെ പ്രൈസ് എന്നുള്ളത് കോസ്റ്റിനേക്കായും കുറഞ്ഞു. അവിടെ ഈ പ്രൈസ് കോസ്റ്റിനേക്കായും കുറയാനുള്ള കാരണം അവിടെ വാല്യൂ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ വാല്യൂ എന്നുള്ള ഒരു വാക്കിന് പല തരത്തിലുള്ള അർത്ഥം പറയാൻ പറ്റും. അപ്പോൾ എക്സാക്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ അതിന് പറയാൻ പറ്റില്ല. ബേസ്ഡ് ഓൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ, മാർക്കറ്റിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ള തോന്നലും കിട്ടാനുള്ള അവൈലബിലിറ്റി ഒക്കെയാണ് ഒരു വസ്തുവിന്റെ മൂല്യം കൂടാനും കുറയാനും എല്ലാം കാരണം. നമുക്ക് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഈ കൊറോണ കാലം വരുന്നതിന് മുമ്പ് ഒരു മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കോസ്റ്റ് ഒരു 25 പൈസയാണെന്ന് വിചാരിക്കുക. ഒരു മാസ്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ഒരു 25 പൈസയാണെങ്കിൽ ആ മാസ്ക് 50 പൈസയ്ക്ക് ആയിരുന്നു പൈസ ഉണ്ടായിരുന്നത്. പക്ഷേ കൊറോണ വന്ന സമയത്ത്
നമ്മുടെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പഠനം നടത്തിയിട്ട് മനസ്സിലാക്കുന്നു ഇത് ഒരാളുടെ പിന്നെ വായിൽ നിന്നും വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴി തൊട്ടടുത്തുള്ള കോണ്ടാക്റ്റിലുള്ള ആളുടെ വായിലോട്ടോ മൂക്കിലോട്ടോ കയറിപ്പോയി കഴിഞ്ഞാൽ ആ ഡ്രോപ്ലെറ്റ്സ് വഴി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നും ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 എന്നുള്ള രോഗം പരക്കാൻ സാധ്യതയുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് മാസ്കിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ പറ്റുന്നു. അപ്പോൾ ഇന്നലെ വരെ 25 പൈസ കോസ്റ്റിൽ നിർമ്മിച്ച് 50 പൈസ പ്രൈസിൽ വിറ്റിരുന്ന മാസ്കിന്റെ വാല്യൂ അറൗണ്ട് 100% ഒന്നുമല്ല, ഒരു 1000% ഇൻക്രീസ് ചെയ്യാണ്. അതായത് 25 പൈസക്ക് കോസ്റ്റിൽ വെച്ചിരുന്ന സാധനം 25 രൂപയ്ക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അവിടെ വാല്യൂ ആണ് കൂടിയത്. വാല്യൂ കൂടാനുള്ള കാരണം എന്താണ്? ഭയങ്കരമായ ഡിമാൻഡ് ഉണ്ടായി മാർക്കറ്റിൽ, ആവശ്യക്കാരുണ്ടായി അല്ലേ? ആദ്യം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരെയും ഫോക്കസ് ചെയ്തിട്ട് മാസ്ക് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നില്ല, ആവശ്യക്കാർക്ക് മാത്രമായിരുന്നു. അപ്പോൾ ലിമിറ്റഡ് സപ്ലൈയേ ഉള്ളൂ. എല്ലാവർക്കും കൂടി ആവശ്യത്തിനുള്ള മാസ്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. മാത്രമല്ല ഡിമാൻഡ് സംഭവിച്ചു. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും അധികം ആവശ്യക്കാർക്ക് മാസ്ക് വേണം എന്നുള്ളൊരു ആവശ്യം വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു, ആളുകൾക്ക് ആവശ്യം കൂടുന്നു, ആൻഡ് വാല്യൂ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് ഇൻക്രീസസ്. അപ്പോൾ ഈ വാക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കോസ്റ്റ്. വാട്ട് ഈസ് കോസ്റ്റ്? ഇറ്റ് ഈസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓർ പർച്ചേസ്. ഒരു വസ്തു നിർമ്മിക്കാൻ വന്നിട്ടുള്ള യഥാർത്ഥ ചെലവ്, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ എടുത്തിട്ടുള്ള യഥാർത്ഥ ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. Then what is price? It is the saleable value of the property. ആ വസ്തു എത്ര രൂപക്ക് വിൽക്കാം എന്നുള്ളതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ മാനുഫാക്ചറർ. ഒരു വസ്തു നിർമ്മിക്കുന്ന, ഒരു പേന നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ ആ പേനയുടെ കമ്പനിക്ക് പ്ലാസ്റ്റിക് വാങ്ങിക്കാനും ഇങ്ക് വാങ്ങിക്കാനും അതിൻ്റെ നിബ് നിർമ്മിക്കാനൊക്കെ ഒരുപാട് ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് കോസ്റ്റ് ആയിട്ട് കരുതാം. ആ പേന നിർമ്മിക്കുന്ന കമ്പനിക്ക് പേന നിർമ്മിച്ച അതേ കാശിന് വിറ്റാൽ പോരല്ലോ, അതിൽ നിന്നും കുറച്ചൊരു എമൗണ്ട് ലാഭമായിട്ട് അവർ കയ്യിൽ വെക്കും. അതിനെ നമുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ആ കമ്പനിയുടെ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ചേർന്നതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലും നമുക്കത് മനസ്സിലാക്കാവുന്നത്. അപ്പം മീൻ കൃഷിയാണെങ്കിലും കോഴി കൃഷിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ മുട്ടക്കോഴി നമ്മൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ, ഒരു കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് ഏകദേശം 3 രൂപയുടെ തീറ്റയാണ് കഴിക്കുന്നതെന്ന് വിചാരിക്കാം. ആ ഒരു കോഴിമുട്ട വിൽക്കുന്നത് 5 രൂപയ്ക്കാണെങ്കിൽ അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് 3 രൂപ ഫോർ ദ തീറ്റ, ആൻഡ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപയാണ്. ആൻഡ് അപ്പോൾ അവിടെ 2 രൂപ എന്താണ്? ആ കോഴിയെ കൊണ്ട് നടക്കുന്ന ആൾക്ക് വരുന്ന ലാഭമാണ്. ആ ലാഭത്തിൽ ഒരുപാട് ഔട്ട് ഗോയിങ്സ് ചിലവുകൾ വേറെ വരുന്നുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ ഇതിൽ നഷ്ടം വരാം, ചിലപ്പോൾ ബൾക്കായിട്ട് ഒരുപാട് ജന്തുക്കൾ ചത്തുപോവാം, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതിനുള്ള നഷ്ടങ്ങൾ വരെ ഈ ലാഭത്തിലൂടെ അയാൾക്ക് നികത്താൻ പറ്റണം. ഓക്കെ, അപ്പോൾ അവിടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ചെലവും ലാഭവിഹിതവും കൂടെ കൂട്ടിയിട്ടുള്ളതിനെയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ മാനുഫാക്ചറർ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ പ്രിവെയിലിംഗ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നോട് ഉദ്ദേശിച്ചത്? അപ്പോൾ ഞാൻ മുട്ടക്കോഴി വളർത്തുന്ന ഒരാളാണ്. മുട്ട സൂപ്പർ മാർക്കറ്റിലോട്ട് 5 രൂപയ്ക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായി. ഇനി പെട്ടെന്നൊരു ന്യൂസ് വരികയാണ്, ലോകത്താകെ പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നു, കോഴിമുട്ട കഴിക്കുന്ന ആളുകൾക്ക് മുട്ട വഴി പക്ഷിപ്പനി പടരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് ഈ വസ്തുക്കളിലുള്ള എഗ്ഗിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഒരു സെക്യൂരിറ്റി ത്രെറ്റായിട്ട്, ഒരു ഹെൽത്ത് ത്രെറ്റായിട്ടെല്ലാം
മാറുമെന്നുള്ള ഒരു തോന്നൽ ആളുകൾക്ക് വരുന്നു. ഓട്ടോമാറ്റിക്കലി ആളുകൾ വാങ്ങിക്കാതാവുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ എക്സസ് ആയി മാറുന്നു. ഓട്ടോമാറ്റിക്കലി വാല്യൂ ഡിക്രീസസ്, വസ്തുവിൻ്റെ മൂല്യം കുറയുന്നു. ആൻഡ് പ്രൈസ് ഡിക്രീസസ്, മുട്ടയുടെ വില മാർക്കറ്റിൽ കുറഞ്ഞു വരുന്നു. പക്ഷേ കോഴിമുട്ട എന്നുള്ള സാധനത്തിൻ്റെ പ്രശ്നം എന്താണ്? അതൊരു പരിധിയിൽ കൂടുതൽ ദിവസം കയ്യിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ 3 രൂപ ചെലവിലാണ് ഞാൻ ആ കോഴിമുട്ടയുടെ നിർമ്മാണം നടത്തുന്നതെങ്കിൽ, പക്ഷേ ഈ സാധനം കയ്യിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ കേടുവന്ന് പോകും എന്നുള്ളത് കൊണ്ട് 2 രൂപയ്ക്കെങ്കിൽ 2 രൂപയ്ക്ക് അത് വിറ്റ് കയ്യിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം നടത്തും. ആ സമയത്ത് എന്ത് സംഭവിക്കും? ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ബി ഹാവിങ് ദ ലെസർ വാല്യൂ ദാൻ ദ കോസ്റ്റ്, അല്ലേ? ആ വസ്തു നിർമ്മിക്കാനെടുത്ത കോസ്റ്റിനേക്കായും എത്രയോ കുറഞ്ഞ വാല്യൂ ആണ് അതിൻ്റെ പ്രൈസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അവിടെ വാല്യൂ ആണ് കുറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്താണ്, പ്രൈസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വാട്ട് ഈസ് വാല്യൂ? ദർ ഇസ് നോ എക്സാക്ട് ഡെഫിനിഷൻ ഫോർ ദ ടേം വാല്യൂ. വാല്യൂ എന്ന വാക്കിന് കൃത്യമായിട്ട് നമുക്കൊരു ഡെഫിനിഷൻ പറയാൻ പറ്റൂല. വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി ഈസ് നോട്ട് ഇൻഹെറന്റ് ഇൻ ഇറ്റ് സെൽഫ്. ഒരു വസ്തുവിൻ്റെ മൂല്യം എന്നുള്ളത് ആ വസ്തുവിൽ ചേർന്നിട്ടുള്ള ഒരു സംഭവമല്ല. അപ്പോൾ കുറച്ച് കാലം മുമ്പ് ചില പ്രോഡക്റ്റുകൾക്ക് ഒരു മൂല്യമായിരിക്കും, ഇന്നത്തെ കാലത്ത് ചിലപ്പം മൂല്യം വർദ്ധിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. വസ്തുവിന് മാർക്കറ്റിലുള്ള ഡിമാൻഡിനെയും സപ്ലൈനെയും ബന്ധപ്പെടുത്തിയാണ് ആ വസ്തുവിൻ്റെ മൂല്യത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. സോ ദ വാല്യൂ ഈസ് ഫങ്ഷൻ ഓഫ് ടൈം, ലൊക്കേഷൻ, പേർപ്പസ് എക്സെട്ര. വാല്യൂ എന്നുള്ളത് ഒരു വസ്തുവിൻ ഏത് സമയത്താണെന്നും ഏത് സ്ഥലത്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് വാല്യൂ. അപ്പോൾ ആ വാല്യൂവിന് ഏറ്റവും ഒരു നല്ല എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസ്ക്, സാനിറ്റൈസർ ഒക്കെ, അല്ലേ? ഈ സാധനം ഒരു സമയത്ത് ഫങ്ഷൻ ഓഫ് ടൈം എന്നാ പറഞ്ഞത്. ഒരു സമയത്ത് ഇതിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. ചില പ്രദേശങ്ങളിൽ ഇതിന് വാല്യൂ ഉണ്ടായിരുന്നില്ല. ചില പർട്ടിക്കുലർ ആവശ്യങ്ങൾ, ഇപ്പോഴാണ് അതിന് മെഡിക്കൽ പേർപ്പസ് വന്നത്. പണ്ട് വീട്ടിലൊക്കെ പൊടി തട്ടാൻ വരെ നമ്മൾ വല്ലപ്പോഴും ഒരു മാസ്ക് വാങ്ങിക്കുകയുള്ളായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ പേർപ്പസ് യഥാർത്ഥത്തിൽ ആവശ്യം വന്നത്. അപ്പോഴാണ് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വാട്ട് ആർ ദ പേർപ്പസ് ഓഫ് വാല്യുവേഷൻ എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാല്യുവേഷൻ നടത്തുന്നത്? അപ്പോൾ അതിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്, വാട്ട് ആർ ദ പേർപ്പസ് ഓഫ് വാല്യുവേഷൻ. ഒരു 6 കാര്യങ്ങളാണ് ഇന്ന് നമ്മളതിന് എക്സാമ്പിളുകളായിട്ട് പറയാൻ പോകുന്നത്. ബൈയിങ് ഓർ സെല്ലിംഗ് പ്രോപ്പർട്ടി. ഒരു വസ്തു വാങ്ങിക്കാനോ വിൽക്കാനോ ആ വസ്തുവിൻ്റെ വില കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഒരു പ്രദേശത്ത് പോയിട്ട് ഒരു ഏക്കർ ഭൂമി വാങ്ങിക്കണം. ഒരു ഏക്കർ ഭൂമിക്ക് എത്ര വില വരും എന്ന് കൃത്യമായിട്ട് വാല്യൂ ചെയ്താൽ മാത്രമേ ആ വസ്തു നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. വസ്തുവിൻ്റെ ഓണർ എന്ത് വാല്യൂവും പറയും, അല്ലേ? ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം എന്ന് പറയും. അത്രയും രൂപ കൊടുത്തിട്ട് നമ്മൾ ആ പ്ലോട്ട് വാങ്ങിക്കുമോ? ഇല്ല. ആ നന്നായിട്ട് റിയൽ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്ത് ശീലമുള്ള ഒരാളെ കൊണ്ടുവന്ന് ആ വസ്തുവിന് എത്ര മൂല്യമുണ്ട്, ആ വസ്തു ഹൈവേയുടെ അടുത്താണോ, വസ്തുവിലോട്ട് റോഡുണ്ടോ, ഇടവഴിയാണോ, ആ വസ്തുവിൻ്റെ ഓണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കൂട്ടുസ്വത്താണോ, അങ്ങനെ ആ വസ്തുവിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് ആ വസ്തുവിനൊരു വാല്യൂ കണക്കാക്കിയിട്ട്, ഒരു മൂല്യം കണക്കാക്കിയിട്ട് ആ മൂല്യം കൈമാറിയിട്ടാണ് വസ്തുക്കൾ വാങ്ങുന്നതും വിൽക്കുന്നതും ചെയ്യുന്നത്. സോ പേർപ്പസ് ഓഫ് വാല്യുവേഷനിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രോപ്പർട്ടി. വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ടാക്സേഷൻ. എന്താണ് ടാക്സേഷൻ? നമ്മൾ ഗവൺമെൻറ്റിലോട്ട് പലതരത്തിലുള്ള ടാക്സുകൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, വെൽത്ത് ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള, നമ്മൾ പൊസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് എത്ര ടാക്സ് അടക്കണം എന്നെങ്ങനെയാണ് കണക്കാക്കുക? നമ്മുടെ കയ്യിലുള്ള വസ്തുവിൻ്റെ മൂല്യത്തിന് ആനുപാതികമായിട്ടാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്, അല്ലേ?
ഒരു ഏക്കർ പറമ്പുള്ള ആൾക്കും ഒരു ഹെക്ടർ പറമ്പുള്ള ആളും ഒരേപോലെയാണോ പിന്നെ ടാക്സ് അടക്കേണ്ടത്? അല്ല. ഇനി അത് മാത്രമല്ല, അങ്ങാടിയിൽ 1 സെന്റ് ഭൂമിയുള്ള ഒരാൾക്കും ഏതെങ്കിലും റിമോട്ട് ഏരിയയിൽ 1 സെന്റ് ഭൂമിയുള്ള ആൾക്കും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം രണ്ടും ഡിഫറെന്റ് ആണ്. ഓട്ടോമാറ്റിക്കലി അവരെ അടക്കേണ്ട ടാക്സിന്റെ മൂല്യവും അതിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അപ്പോൾ ടാക്സിന്റെ എത്ര രൂപയാണ് ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് ടാക്സ് അടക്കേണ്ടത് എന്ന് കണക്കാക്കാൻ വേണ്ടി നമ്മൾ എന്ത് നടത്തണം? വാല്യുവേഷൻ നടത്തണം. ആ വാല്യുവേഷൻ നടത്തി നമുക്ക് കിട്ടുന്ന മൂല്യത്തിന് ആനുപാതികമായിട്ടാണ് ഗവൺമെന്റിലോട്ട് ആ പ്രോപ്പർട്ടിയുടെ ടാക്സ് നമ്മൾക്ക് അടക്കേണ്ടി വരിക. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് റെന്റ് ഫിക്സേഷൻ ആണ്. റെന്റ് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാടക തീരുമാനിക്കുക. അപ്പൊ ഞാനൊരു അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചു. ആ അപ്പാർട്ട്മെന്റ് നിർമ്മിക്കാൻ എനിക്ക് കുറച്ച് ചെലവൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? ആ ചെലവ് എനിക്ക് കിട്ടില്ല, എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ആ തുക അല്ലെങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് റിട്ടേൺ കിട്ടൽ എങ്ങനെയാണ്? അത് ഉപയോഗിക്കുന്ന ആ ഫെസിലിറ്റി ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും എനിക്ക് കിട്ടുന്ന റെന്റിലൂടെയാണ് അല്ലെ, വാടകയിലൂടെയാണ് എനിക്ക് അതിൽ ചെലവായ കാശ് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ആ വാടക എത്ര നിർണയിക്കണം എന്നതിന് ആ വസ്തുവിന്റെ വാല്യുവേഷൻ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ 20 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ച ഒരു അപ്പാർട്ട്മെന്റും 50 ലക്ഷം രൂപ കൊടുത്ത് നിർമ്മിച്ച ഒരു അപ്പാർട്ട്മെന്റിനും ഒരേ റെന്റ് ആയിരിക്കുമോ? അല്ല. അപ്പോൾ വസ്തുവിന്റെ മൂല്യം എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ വസ്തുവിന്റെ റെന്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ റെന്റ് തീരുമാനിക്കാൻ വസ്തുവിന്റെ മൂല്യ നിർണയം നടത്തേണ്ടതുണ്ട്. നാലാമത്തതായിട്ട് സെക്യൂരിറ്റി ഓഫ് ലോൺസ് ഓർ മോർട്ട്ഗേജ്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും കടം ലഭിക്കണമെങ്കിൽ ബാങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വീടിന്റെ ആധാരമോ പറമ്പിന്റെ ആധാരമോ പ്രോപ്പർട്ടിയുടെ ആധാരമോ ഒക്കെ വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ ബാങ്കുകാർ എത്ര രൂപ നിങ്ങൾക്ക് ലോണായിട്ട് തരും? നിങ്ങൾ നിങ്ങളുടെ വീട് നിൽക്കുന്ന ഒരു 10 സെന്റ് ഭൂമി അതിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുകയാണ്. ആ 10 സെന്റ് ഭൂമിക്ക് എത്ര രൂപ കടമായിട്ട് നിങ്ങൾക്ക് തരണമെന്ന് ബാങ്കുകാർ എങ്ങനെയാണ് കണക്കാക്കുക? ബാങ്കുകാർ അതിൻ്റെ ഒരു വാല്യുവേഷൻ നടത്തും, ഒരു മൂല്യനിർണ്ണയം നടത്തും. അതിനനുസൃതമായിട്ടുള്ളൊരു കാശ് മാത്രമേ നമുക്ക് ലോണായിട്ട് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ തീരെ വിലയില്ലാത്തൊരു പ്ലോട്ട് പിന്നെ ബാങ്കിൽ സമർപ്പിച്ചിട്ട് 1000 കോടി രൂപ എനിക്ക് ലോണായിട്ട് ലഭിക്കുമോ? ഇല്ല. അപ്പൊ ബാങ്കുകാർക്ക് നമുക്ക് എത്ര രൂപ ലോൺ തരണം എന്ന് തീരുമാനിക്കാൻ അവർക്ക് നമ്മൾ ഈടായി വെക്കുന്ന, ജാമ്യമായി വെക്കുന്ന, സെക്യൂരിറ്റി ആയി വെക്കുന്ന വസ്തുക്കളുടെ മൂല്യം കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അഞ്ചാമത്തത് കമ്പൾസറി അക്വിസിഷൻ. ഇപ്പോൾ ഗവൺമെന്റ് ചില പ്രത്യേക ഘട്ടങ്ങളിൽ പിന്നെ റോഡ് നിർമ്മാണത്തിനും റെയിൽ നിർമ്മാണത്തിനും അങ്ങനെ അല്ലാതെ ചില എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കാറുണ്ട്. ജനങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ ഗവൺമെന്റിൻ്റെതാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ആ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥർക്ക് ഒരു മൂല്യം കൊടുക്കണം. അവർക്കാണ് സ്ഥലം നഷ്ടപ്പെടുന്നത്, പഴയ ഉടമസ്ഥർക്ക്. അപ്പോൾ അവർക്ക് ആ നഷ്ടപ്പെടുന്നതിന് പകരമായിട്ട് ഒരു കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ആ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ ലാൻഡിന്റെ വാല്യുവേഷൻ നടത്തിയിട്ട് ആ വാല്യുവേഷൻ നടത്തിയതിന് ആനുപാതികമായിട്ടൊരു തുകയായിരിക്കും ഈ അക്വിസിഷൻ നടക്കുന്ന സമയത്ത്, സ്ഥലം പിടിച്ചെടുക്കുന്ന സമയത്ത്, സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് ആ ഓണർക്ക് കൊടുക്കേണ്ടി വരിക. ആറാമത്തതായിട്ട് ഇൻഷുറൻസ്. അങ്ങനെ ഇൻഷുറൻസ് മാത്രമല്ല, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വസ്തുക്കളുടെ മൂല്യം നിർണ്ണയിക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു കാറുണ്ട്. ആ കാറ് ആദ്യത്തെ 5 വർഷം ഒരു ഇൻഷുറൻസ് എമൗണ്ട് അടക്കും. പിറ്റത്തെ 5 വർഷം ആ ഇൻഷുറൻസ് എമൗണ്ടിന്റെ വാല്യൂവിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും അല്ലേ? ആദ്യം 15,000 രൂപ വാർഷിക ഇൻഷുറൻസ് അടക്കേണ്ട വണ്ടി ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് 14,000 കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണ്? വാഹനത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയാണ് ഓരോ വർഷം കഴിയുന്തോറും. അതിനനുസരിച്ച് ആ വണ്ടി ഇൻഷൂർ ചെയ്യേണ്ട എമൗണ്ടും കുറഞ്ഞു വരും. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് എന്നുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എത്ര രൂപ പിന്നെ എത്ര മൂല്യമുള്ള വസ്തുവാണ് ഇൻഷുർ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വസ്തുവിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പേർപ്പസ് ഓഫ് വാല്യുവേഷനിൽ ഈ 6 എണ്ണം നിർബന്ധമായിട്ടും ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതാണ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ.
ആൻഡ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടേം നെറ്റ് ഇൻകം, ഗ്രോസ് ഇൻകം എന്നുള്ളതാണ്. നെറ്റ് ഇൻകം, ഗ്രോസ് ഇൻകം പലപ്പോഴും 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് മീൻ ബൈ ഗ്രോസ് ഇൻകം? അതിനെ നമുക്ക് ടോട്ടൽ റെസീപ്റ്റ് എന്നും വിളിക്കാം. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിംഗ് all receipts from various sources without deducting outgoings, operation charges, etc. ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കിട്ടുന്ന നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് ഓഫ് മണി, അതിന് പറയുന്ന പേരാണ് ഗ്രോസ് ഇൻകം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ചിക്കൻ ഫാം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ആ ചിക്കൻ ഫാം നടത്തുന്ന ഒരാൾക്ക് 5 രൂപ അവിടുന്ന് ഇയാൾ മാർക്കറ്റിൽ വിൽക്കുമ്പം 5 രൂപക്കാണ് കോഴിമുട്ട വെക്കുന്നതെങ്കിൽ ഈ 5 രൂപ എന്നുള്ളത് ഒരു കോഴിമുട്ടയുടെ ഗ്രോസ് ഇൻകം ആണെന്ന് നമുക്ക് പറയാം. 5 രൂപയ്ക്ക് ഒരു കോഴിമുട്ട മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് ഈ 5 രൂപ എന്നുള്ളത് ഗ്രോസ് ഇൻകം ആണെന്ന് പറയാം. ഓക്കെ, ഈ ഗ്രോസ് ഇൻകം വാങ്ങിച്ചിട്ട് 5 രൂപ എന്നുള്ളത് മൊത്തം അയാൾക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ ലാഭമാണോ? അല്ല. ആ 5 രൂപയിൽ 3 രൂപ കോഴിയുടെ തീറ്റയ്ക്കായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. കുറച്ച് രൂപ കൂടുകളുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും കോഴികൾക്കുള്ള മെഡിസിൻസിനും അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കും കുറച്ച് രൂപ അതിൽ നിന്ന് മാറ്റി വെക്കേണ്ടതുണ്ട്. പിന്നെ ചത്തുപോയിട്ടുള്ള കോഴികൾക്ക് വേണ്ടിയിട്ടും അങ്ങനത്തെ മറ്റ് ചിലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് വേറെ തുക മാറ്റി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ നമുക്ക് 5 രൂപ ഒരു കോഴിമുട്ടയിൽ നിന്നും നമുക്ക് അതിൻ്റെ പ്രൈസായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കർഷകന് കിട്ടുന്ന സമയത്ത് അതിൽ ഒരുപാട് ചെലവുകൾ വേറെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ആ ചെലവുകളൊന്നും കണക്കാക്കാതെ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ടിനെ പറയുന്ന പേരാണ്, 5 രൂപയെ പറയുന്ന പേരാണ് ഗ്രോസ് ഇൻകം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയണം. ഗ്രോസ് ഇൻകം കണക്കാക്കുന്ന സമയത്ത് മറ്റ് ചെലവുകൾ കുറക്കാതെ എത്ര വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് ഗ്രോസ് ഇൻകം. ഇനി രണ്ടാമത്തേതായിട്ടുള്ളത് നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ ആണ്. ഇറ്റ് ഈസ് ദ സേവിങ് ഓർ എമൗണ്ട് ലെഫ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഔട്ട് ഗോയിങ്സ് ഫ്രം ദ ഗ്രോസ് ഇൻകം. മൊത്തം വരുന്ന വരുമാനത്തിൽ നിന്നും, അതായത് ഗ്രോസ് ഇൻകത്തിൽ നിന്നും മറ്റ് ചെലവുകളെല്ലാം ഒഴിവാക്കി അവസാനം നമുക്ക് കയ്യിൽ കിട്ടുന്ന സേവിങ്സ് എത്രയുണ്ടോ അതിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയാം. ഇപ്പൊ ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വരുന്ന വരവുകളാണ്. അതിൽ നമുക്ക് ഒരുപാട് രൂപ ചെലവുകളായിട്ട് തന്നെ പോവും. ആ ചെലവുകളെല്ലാം ഒഴിവാക്കി, ചെലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കി കയ്യിൽ എന്തുണ്ടാവും അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കുക? നെറ്റ് ഇൻകം എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ് ഇൻകം അവസാനം നമ്മുടെ കയ്യിൽ വരുന്ന ബാക്കി തുക ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. നമുക്ക് കിട്ടുന്ന മൊത്തം വരുമാനം, മൊത്തം വരവിൽ നിന്നും പുറത്തോട്ടുള്ള ചെലവിനെയാണ് ഔട്ട് ഗോയിങ് എന്ന് പറയാ. ഈ ചെലവ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയാം. ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വരുന്ന വരവ്, അതിൽ നിന്നും ഔട്ട് ഗോയിങ്സ് എന്നുള്ള ചെലവ് ചുരുക്കി കഴിഞ്ഞാൽ, ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് നെറ്റ് ഇൻകം. ആൻഡ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞൊരു ടേം ആണ് ഔട്ട് ഗോയിങ്. എന്താണ് ഔട്ട് ഗോയിങ്? ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവുകളാണ്, അല്ലേ? ദേ ആർ ദ എക്സ്പെൻസസ് incurred in maintaining the revenue from the property or building. ഒരു പ്രോപ്പർട്ടിയിൽ നിന്നോ ഒരു ബിൽഡിങ്ങിൽ നിന്നോ നമുക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം സ്ഥിരമായിട്ട് വരാൻ വേണ്ടി നമ്മൾ ചില മെയിൻ്റെനൻസ് വർക്കുകൾ ആ പ്രോപ്പർട്ടിയിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസ്, അതിനു വേണ്ടി പറയുന്ന പേരാണ് ഔട്ട് ഗോയിങ്. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വരുമാനത്തിൽ നിന്നും കുറച്ച് തുക ആ വസ്തുവിൻ്റെ തന്നെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടും സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ചിലവാക്കേണ്ടിയിരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഔട്ട് ഗോയിങ്സ്. ഔട്ട് ഗോയിങ്സ് പലപ്പോഴും എക്സാമ്പിളുകളെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ടാക്സസ്, അല്ലേ? നമ്മൾക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ അപ്പാർട്ട്മെന്റിൽ കുറച്ച് പേര് ജീവിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്നും നമുക്കൊരു വാടക കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന വാടകയിൽ നിന്നും ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് ഞാൻ ഗവൺമെന്റിന് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു 1000 രൂപ ഒരു വാടക തരുന്നുണ്ട്. അതിൽ നിന്നും 10 രൂപ ഞാൻ ടാക്സ് ആയിട്ട് ഗവൺമെന്റിന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 991 രൂപയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? നെറ്റ് ഇൻകം ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് റിപ്പയേഴ്സ്,
അല്ലേ? എനിക്ക് എൻ്റെ വീടിന് 2000 രൂപയാണ് വാടക എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത്. ഞാനാണ് മുതലാളിയെങ്കിൽ അതിൽ നിന്നും ആ വീടിന് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ, അപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പിന്നെ ശരിയാക്കേണ്ട ഉത്തരവാദിത്തം ഈ ഓണറുടേതാണ്. അപ്പോൾ ആ റിപ്പയറിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കാശ് ചിലവ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഔട്ട് ഗോയിങ് ആയിട്ട് കണക്കാക്കാം. മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ്, ഈ പിന്നെ റെന്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ പിന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ജോലിക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോട്ടൽ പ്രോപ്പർട്ടി മാനേജ് ചെയ്യാൻ വേണ്ടി ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഓരോ ചാർജുകൾ വരും. അതൊക്കെ ഔട്ട് ഗോയിങ്ങിൽ നമുക്ക് പെടുത്താം. സിങ്കിങ് ഫണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ വീണ്ടും പറയുന്നതാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്നുള്ളത് ഒരു ഔട്ട് ഗോയിങ് ആണ്, ഒരു ചെലവാണ്. സിങ്കിങ് ഫണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഒരു ഇത്ര സമയത്തുള്ള അല്ലെങ്കിൽ ഇത്ര വർഷത്തെ ലൈഫ് പീരീഡ് ഉള്ളൂ എങ്കിൽ ആ ലൈഫ് പീരീഡ് തീരുമ്പോൾ ആ സെയിം വസ്തു വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവാൻ നമ്മൾ എത്ര രൂപ എടുത്തു വെക്കണം, അതിന് പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഞാനൊരു പശുവിനെ വാങ്ങുകയാണ്. ആ പശുവിനെ ഞാൻ ഒരു 40,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങാന്ന് വിചാരിക്കുക. അപ്പോൾ ആ പശു പ്രൊഡക്റ്റീവായിട്ട് 10 വർഷം എനിക്ക് പ്രൊഡക്റ്റ് തരുമെന്ന് വിചാരിക്കുക. 40,000 രൂപക്കാണ് ഒരു പശുവിനെ വാങ്ങിക്കുന്നത്. ആ പശു 10 വർഷം പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് വരുമാനം തരുമെന്ന് വിചാരിക്കാം. അപ്പോൾ 40,000 രൂപ കൊടുത്ത് വാങ്ങിയ പശു 10 വർഷം കൊണ്ട് എനിക്ക് ഒരു പിന്നെ ആ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ നിന്നുള്ള റവന്യൂ നിൽക്കും, ആ പശുവിൽ നിന്നുള്ള റവന്യൂ നിൽക്കും. അപ്പോൾ എനിക്ക് ഓരോ മാസവും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു എമൗണ്ട് ഞാൻ മാറ്റി വെക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ 10 വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ പശുവിൻ്റെ പ്രൊഡക്ടിവിറ്റി നിൽക്കുമല്ലോ. ആ സമയത്ത് വേറൊരു പശുവിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ തവണ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു എമൗണ്ട് മാറ്റി വെക്കും. ആ മാറ്റി വെക്കുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പർട്ടിയുടെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡെഫിനിഷൻസ് വരുന്ന ക്ലാസ്സുകളിൽ പറയും. ആൻഡ് ലോസ് ഓഫ് റെന്റ്, പിന്നെ റെന്റിൽ വരുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ റെന്റ് കിട്ടാത്ത ആ ഒരു അവസ്ഥ, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഔട്ട് ഗോയിങ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. അതായത് എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും അത് 100% ഓക്കുപ്പൈഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂല. അപ്പം നമ്മളൊരു വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ എല്ലാ ബെഡും എല്ലാ സമയത്തും ഫുള്ളായിരിക്കണം എന്നില്ല. അപ്പം അങ്ങനത്തെ സമയത്തൊക്കെ അവിടുന്ന് അതിൻ്റെതായിട്ടുള്ള വാടകകളോ വരുമാനങ്ങളോ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഔട്ട് ഗോയിങ്ങിൽ പെടുത്താം. ആൻഡ് മിസലേനിയസ് ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ചാർജസ്, ഫ്യൂവൽ ചാർജസ് എല്ലാം ചെലവുകളായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്ക് ഒരു വരുമാനം വരുന്നുണ്ട്. അതിനെ നമുക്ക് ഗ്രോസ് ഇൻകം എന്ന് വിളിക്കാം. ആ ഗ്രോസ് ഇൻകം മുഴുവനായിട്ടും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് എമൗണ്ട് ഓഫ് മണി നമുക്ക് ആ സെയിം പ്രോപ്പർട്ടിയുടെ മെയിൻ്റനൻസിനും റിപ്പയറിനും മറ്റ് ആവശ്യങ്ങൾക്കും ടാക്സ് ഒക്കെ ആയിട്ട് അടക്കേണ്ടതുണ്ട്. ഈ അടക്കേണ്ട തുകയെ നമുക്ക് എന്ത് വിളിക്കാം? ഔട്ട് ഗോയിങ്സ് എന്ന് വിളിക്കാം. ഈ ഗ്രോസ് ഇൻകത്തിൽ നിന്നും ഔട്ട് ഗോയിങ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻകം കിട്ടും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.